അറ്റകുറ്റപ്പണിയും പരിപാലനവും നടത്താൻ ആരുമില്ലാത്ത പാലക്കാട് ടൗൺ റെയിൽവേ മേൽപ്പാലം വഴിയുള്ള ഗതാഗതം അപകടത്തിൽ. സ്പാനുകൾക്കിടയിലുള്ള വിടവും ഇറക്കത്തിലെ വലിയ കുഴികളും ഏത് സമയവും അപകടത്തിന് കാരണമാവും. മഴക്കാലത്തിനു മുൻപ് റോഡിലെ അപകടക്കുഴികളെല്ലാം അടയ്ക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചിട്ടും ടൗൺ റെയിൽവേ മേൽപ്പാലത്തിലെ കുഴികൾ നികത്താൻ നടപടിയില്ല. പാലത്തിന്റെ അടിത്തട്ട് വരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ വെറ്റിനറി ആശുപത്രിക്ക് സമീപം ഇറക്കത്തിലാണ് 2 വലിയ കുഴികളുള്ളത്. സമീപത്ത് വേറെയും കുഴികളുണ്ട്. ചിലതിൽ കോൺക്രീറ്റ് കട്ടകൾ ഇറക്കി വെച്ചാണ് അപകടം ഒഴിവാക്കുന്നത്. ഇതും യാത്രക്കാരാരോ ചെയ്തതാണ്. ഇതുവരെ പാലത്തിലടിയുന്ന മണ്ണ് കുഴിയിലേക്ക് കോരിയിട്ടാണ് ഒരു പരിധിവരെ അപകടത്തെ പ്രതിരോധിച്ചിരുന്നത്. വേനൽ മഴയിൽ തന്നെ കുഴിയിലെ മണ്ണ് ഒലിച്ചുപോയി. മേൽപ്പാലത്തിൽ സ്പാനുകൾക്കിടയ്ക്ക് അപകടകരമായ വിധത്തിൽ വിടവും താഴ്ചയും രൂപപ്പെട്ടിട്ടുണ്ട്. BOC റോഡിൽ നിന്നും മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാതയ്ക്ക് കുറുകെ അപകടകരമായ വിടവുണ്ട്. ഇതിലേക്ക് വാഹനങ്ങൾ പതിക്കുന്ന സ്ഥിതിയാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് സ്പാനുകൾക്കിടയിലുള്ള ചെറിയ ഇരുമ്പു പലകയുടെ അഗ്രം കൂർത്ത് പുറത്തേക്ക് തള്ളിയ നിലയിലാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ടൗൺ റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചിട്ടുള്ളത്. പാലം നിർമ്മിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്ത ശേഷം പിന്നീട് ഇന്നുവരെ കാര്യമായ പരിപാലനവും അറ്റകുറ്റപ്പണിയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ അപകടാവസ്ഥയ്ക്കും ഇതാണ് കാരണം. റെയിൽവേ മേൽപ്പാലം ഇപ്പോൾ ആരുടെ കൈവശമെന്നതിൽ ആർക്കും വ്യക്തതയില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ടോൾ ഒഴിവാക്കിയ മേൽപ്പാലം PWD പാലം വിഭാഗത്തിന് കൈമാറുമെന്നും ഇതിനുള്ള നടപടികളായെന്നുമാണ് RBDC അറിയിച്ചിരുന്നത്. എന്നാൽ തങ്ങൾ പാലം കൈമാറിയിട്ടില്ലെന്നാണ് PWD പാലം വിഭാഗം പറയുന്നത്. ചുരുക്കത്തിൽ പാലത്തിൽ ആരറ്റകുറ്റപ്പണി നടത്തുമെന്നതിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല. ജില്ലാ ഭരണകൂടം ഇടപെട്ടെങ്കിലും പാലത്തിലെ കുഴികൾ നികത്തി അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നഗരത്തിലെ തിരക്കേറിയ റോഡ് കൂടിയാണിത്. UTV ന്യൂസ്, പാലക്കാട്.